ഹലോ എവറി വൺ, നമുക്ക് വെരിഫൈ ആൻഡ് ഏൺ ടാസ്ക് എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. വെരിഫൈ ആൻഡ് ഏൺ എന്ന ടാസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ടാസ്ക് മന്ത്രയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാനുള്ളൊരു ടാസ്ക് ഉണ്ടല്ലേ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിനകത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്ന ഒരു ടാസ്ക്കാണ് നമുക്ക് വെരിഫൈ ആൻഡ് ഏൺ എന്നുള്ളത്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ഇതിനകത്തുണ്ടെങ്കിൽ അതിന് 15 പേർക്ക് ഫസ്റ്റ് ലെവൽ വെരിഫിക്കേഷനിൽ അവർക്ക് വെരിഫൈ ചെയ്യാനുള്ള അവസരം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഇത് ചെയ്യുന്നതെന്ന്. വെരിഫൈ ആൻഡ് ഓൺ എല്ലാം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മേലിൽ വെരിഫൈ ആൻഡ് ഓൺ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ക്വസ്റ്റ്യൻ വന്നു. ഇവിടെ നമുക്ക് കാണുന്നുണ്ട് സ്പോൺസർ നെയിമും യൂസർ നെയിമും ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ക്രിയേറ്ററിൻ്റെ നെയിംസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്ത ആളുടെ യൂസർ നെയിം നമുക്കിവിടെ തരുന്നിട്ടുണ്ട്. പിന്നെ വെരിഫിക്കേഷൻ ഡൺ കൗണ്ടും വെരിഫിക്കേഷൻ ഇൻ പ്രോസസ് കൗണ്ടും ഇത് നമുക്ക് നടക്കുന്നത് ഫസ്റ്റ് ലെവൽ വെരിഫിക്കേഷനാണ്. അപ്പോൾ ഈ 2 കൗണ്ടും കൂടെ കൂട്ടിയിട്ട് 15 പീപ്പിളിനാണ് ഇവിടെ നമുക്ക് വെരിഫൈ ചെയ്യാനുള്ള അവസരം കൊടുത്തേക്കുന്നത്. 15 പീപ്പിളിനാണ് ഇവിടെ നമുക്ക് 15 പേർക്കാണ് ഇവിടെ വെരിഫൈ ചെയ്യാൻ വേണ്ടി അവസരം കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം 16 പേരായി അല്ലേ. അപ്പോൾ ഇന്നതിൽ ഒരാൾ എക്സ്ട്രയാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ 15 പേർക്ക് ആദ്യത്തെ ഈ 15 പേർക്ക് മാത്രമായിരിക്കും അതിൻ്റെ പോയിൻറ്റ്സ് കിട്ടുക. ബാക്കിയുള്ള എത്ര പേര് വെരിഫൈ ചെയ്താലും അവർക്ക് പോയിൻറ്റ്സ് കിട്ടത്തില്ല. നമുക്ക് എന്ത് ചെയ്യണം, ഇതിനകത്തുള്ള നമ്പർ കൗണ്ട് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഒരു 10 അല്ലെങ്കിൽ 6 രണ്ടും കൂടെ കൂട്ടിയിട്ട് 6 നമ്പർ വരുവാണെങ്കിൽ 6 5 അങ്ങനെ വല്ലതും വരുവാണെങ്കിൽ നമുക്കതിനെ വെരിഫൈ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ നമ്മൾ വെരിഫൈ ചെയ്ത് ഇവിടെ വരെ എത്തുമ്പോഴത്തേക്കിന് വേറെ ആരെങ്കിലും വെരിഫൈ ചെയ്തിട്ട് അവർക്ക് പോയിൻറ്റ്സ് കിട്ടും, നമുക്ക് പോയിൻറ്റ്സ് കിട്ടില്ല. അപ്പോൾ നമുക്കിപ്പോൾ രണ്ടും കൂടെ കൂട്ടി നോക്കുമ്പോൾ നമുക്കറിയാം ഇതിപ്പം 16 വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ അവിടെ വെരിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം 12 വരുന്നത്. അപ്പം നമുക്കിതൊന്ന് നോക്കാം. ബട്ട് ഇത് ക്വസ്റ്റ്യൻസിന് എനിക്ക് അത്രയും പരിചയമില്ലാത്തതുകൊണ്ട് നമ്മളതിനെ സ്കിപ്പ് ചെയ്യാം. പിന്നെ അതെല്ലാം ക്വസ്റ്റ്യൻ നമുക്ക് വെരിഫൈ ചെയ്യണമെന്നില്ല. നമുക്കറിയാം ഈ അത്തയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ നമുക്കതൊക്കെ ഒന്ന് വേണമെങ്കിൽ അതൊന്ന് സ്കിപ്പ് ചെയ്ത് നമുക്ക് വിടാൻ പറ്റും. അപ്പോൾ സ്കിപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മെയിലിന് റിഫ്രഷ് ചെയ്താൽ മതി. ഫോണിൽ അങ്ങനെ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമുക്കിങ്ങനെ തന്നെ ക്വസ്റ്റ്യനെ അവിടെ നിന്ന് മാറ്റാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ നമുക്കൊന്ന് മാറ്റിയിട്ട് നോക്കാം. നമുക്ക് ഡൺ കൗണ്ടും രണ്ടും കൂടെ കൂട്ടി നമ്പർ കൂടുതൽ വരാതെ നമുക്ക് നോക്കാം. ഇതെന്തായാലും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഫീച്ചർ ഇമ്പോർട്ടൻസ് ഇൻ ദ ഡീപ്പ് ലേണിംഗ് മോഡൽസ് എന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഓപ്ഷൻ താരെ തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നിട്ടുണ്ട് ആർ ദിസ് ക്വസ്റ്റ്യൻ. ഇന്നത്തെ നമുക്ക് തന്നേക്കുന്ന ഈ താരത്തെ സബ് ക്വസ്റ്റ്യൻ നമ്മൾ വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. അപ്പോൾ ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് ആർ ദിസ് ക്വസ്റ്റ്യൻ ആൻഡ് ഓപ്ഷൻസ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനും ഓപ്ഷനും ഇംഗ്ലീഷ് ലാംഗ്വേജിലാണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. യെസ് എന്ന് പറഞ്ഞു, നമ്മൾ കൊടുത്തു. നെക്സ്റ്റ് പോവാം. അടുത്ത സബ് ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ വരും. ആർ ദിസ് ക്വസ്റ്റ്യൻ ആൻഡ് ഓപ്ഷൻ ബിലോങ്സ് ഇൻ ദ കാറ്റഗറി ഓഫ് അതേഴ്സ്. ഇത് അതേഴ്സിൻ്റെ കാറ്റഗറിയിലാണോ വരുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ യെസ് കൊടുത്തു. നോക്കുക, ഓക്കെ ആണ് അല്ലേ. അതേഴ്സിൽ കൊടുക്കാം, നമുക്ക് കാറ്റഗറിയിൽ കൊടുക്കാൻ പറ്റുന്നതാണ്. അതിന് അതേഴ്സിൽ കൊടുത്തു. നെക്സ്റ്റ് കൊടുത്തു. ഇനി ചോദിച്ചിരിക്കുന്നത് ആർ ദിസ് ക്വസ്റ്റ്യൻ ബിലോങ്സ് ഇൻ ദ ജിയോ സ്റ്റാറ്റസ് ഗ്ലോബൽ. ഇത് ഗ്ലോബലിലെ ആണോ ജിയോ സ്റ്റാറ്റസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ യെസ്, ഈ ജിയോ സ്റ്റാറ്റസ് ആണ്. അപ്പോൾ നമ്മൾ ജിയോ സ്റ്റാറ്റസ് കൊടുത്തു. നെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ അടുത്ത സബ് ക്വസ്റ്റ്യൻ ഇവിടെ വരും. എനി സ്പെല്ലിംഗ് ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്ക് ഓർ എനി സജഷൻ ഇൻ ദ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ഓപ്ഷനകത്ത് നോക്കണ്ട, നമുക്ക് നോക്കേണ്ടത് ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യനകത്തിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ, എന്തെങ്കിലും ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്ക് ഉണ്ടോ, എന്തെങ്കിലും പഞ്ച്വേഷൻ മാർക്സ് മാറിയിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ചേഞ്ചസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നോക്കുമ്പം നമുക്കൊന്നും ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്ക് ഉണ്ട്. ഈ ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യനകത്തിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ, എന്തെങ്കിലും ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്ക് ഉണ്ടോ, എന്തെങ്കിലും പഞ്ച്വേഷൻ മാർക്സ് മാറിയിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ചേഞ്ചസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നോക്കുമ്പം നമുക്കൊന്നും ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്ക് കാണുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നോ കൊടുക്കാം. നോ കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പം അടുത്ത സബ് ക്വസ്റ്റ്യൻ വന്നു. എനി ഗ്രാമറ്റിക്കൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഓർ എനി സജഷൻ ഇൻ ദ ഓപ്ഷൻസ്. ഇനി നമുക്ക് ഓപ്ഷനകത്തിലാണ് നോക്കേണ്ടത്, ക്വസ്റ്റ്യനകത്തിലല്ല. അപ്പോൾ ക്വസ്റ്റ്യനകത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇനി അടുത്ത ഓപ്ഷനാണ്. ഓപ്ഷൻ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ, എന്തെങ്കിലും ഈ ഓപ്ഷൻസ് തന്നേക്കുന്ന എല്ലാം വേറെ വേറെയാണ്. ദാറ്റ് മീൻസ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണോ അല്ലയോ, നൺ ഓഫ് അബവ്, ഓൾ ഓഫ് അബവ്, ഓപ്ഷൻ എ ആൻഡ് ബി, എക്സ്ട്രാ ഫിറ്റിങ്സ് ഉണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിനകത്ത് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ മിസ്റ്റേക്ക് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. നെക്സ്റ്റ് അടിച്ചു.
നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് അടുത്ത സബ് ക്വസ്റ്റ്യൻ വന്നു. ഇതിൻ്റെ ആൻസർ വന്നേക്കുന്നത് ഈ ആൻസർ ശരിയാണോ എന്നാണ്. ഇപ്പോൾ എല്ലാം നമുക്ക് അറിയണമെന്നില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ ഒന്ന് കോപ്പി ചെയ്ത് നമ്മളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. അപ്പോൾ ആൻസർ എന്താ വന്നേക്കുന്നത്, ആൻസർ വരുന്നത് നോക്കുമ്പോൾ നമ്മളൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ഓപ്ഷൻ ഈ ഒരു സൈറ്റിൽ മാത്രം നോക്കാതെ വേറെ ഒരു സൈറ്റും കൂടെ നമ്മളൊന്ന് നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. പ്രൊവൈഡ് എ വെയ്റ്റ് റാങ്ക് ഇൻ ദ പ്രോസസ് റാങ്ക് ഇൻ ദ ഫീച്ചർ ബേസ്ഡ് ഓൺ ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഫൈനൽ. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഐഡൻറ്റിഫൈ റിലവൻറ്റ് ഫീച്ചേഴ്സ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ നമുക്കിവിടെ ചെക്ക് ചെയ്യാം. ഇൻപുട്ട് ഫീച്ചർ മോസ്റ്റ് ഇൻഫ്ലുവൻസ് ഇൻ ദ എനേബിളിംഗ് ദ ബ്രിങ്. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ എന്താണ് ചെക്ക് ചെയ്ത് നോക്കാം. 1-2 സൈറ്റിലോട്ട് നമുക്ക് നോക്കാം. ആൻസർ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് റിലേറ്റീവ് ടു അതർ ഫീച്ചേഴ്സ്. അപ്പോൾ എനിക്കൊന്ന് ഓക്കെ ശരിയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിവിടെ ആൻസർ യെസ് എന്ന് പറഞ്ഞ് കൊടുത്തു. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ നമുക്ക് വരുന്ന എന്താണ്, നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ക്വാളിറ്റി. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടായിരുന്നു, നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നോ, ക്വാളിറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നോ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യാം, നമുക്ക് ഗുഡ് കൊടുക്കാം. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനകത്തിൽ എന്തെങ്കിലുമൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ അതൊന്നും നമുക്ക് നോക്കണ്ട. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ, ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്ക് ഉണ്ടോ, എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിട്ടുള്ള വന്നിട്ടില്ലയോ, അതൊക്കെയൊന്നും നമുക്കിവിടെ നോക്കണ്ട. ക്വസ്റ്റ്യൻ്റെ ക്വാളിറ്റി എങ്ങനത്തെയാണ് എന്ന് മാത്രമാണ് ഇവിടെ ചോദിക്കുന്നത്. ഓപ്ഷനും നമ്മൾ നോക്കണ്ട. എത്രയൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിലും അതിൻ്റെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ക്വസ്റ്റ്യൻ്റെ ക്വാളിറ്റി എത്ര നല്ല ക്വസ്റ്റ്യനാണ്, ഇത് നല്ല ക്വസ്റ്റ്യൻ ആണോ, നിങ്ങൾക്കൊരു അറിവ് കിട്ടിയ ക്വസ്റ്റ്യൻ ആണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ഗുഡ് കൊടുത്തു. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്കവിടെ ആ ക്വസ്റ്റ്യനെ നമ്മൾ ചെയ്തേക്കുന്നതിൻ്റെ ഫുൾ ഇൻ്റർഫേസ് നമുക്കവിടെ ഓപ്പണായി വരും. നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ദിസ് ക്വസ്റ്റ്യൻ ഇൻ ദ ഓപ്ഷൻ ബിലോങ് ടു ദ കാറ്റഗറി അതേഴ്സ്. ഇപ്പോൾ ഇത് അതേഴ്സ് അല്ലായിരുന്നു നമുക്ക് തോന്നുക, ഇല്ല അതേഴ്സ് അല്ല, ഇത് വേറൊരു കാറ്റഗറിയാണ്, ഇത് ജിയോഗ്രാഫിയാണ്. അപ്പോൾ നമുക്കവിടെ ചേഞ്ച് ചെയ്തിട്ട് നോ ജിയോഗ്രാഫി എന്ന് നമുക്കവിടെ ജിയോഗ്രാഫി GRAPHY. അപ്പോൾ അത് നമുക്കവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അതല്ല, നമുക്കിവിടെ കമൻറ്റ് കൊടുക്കുമ്പോൾ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്തെങ്കിലും കമൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് ഇംഗ്ലീഷിൽ മാത്രമേ വേണം കൊടുക്കാൻ, മംഗ്ലീഷിൽ കൊടുക്കാൻ പാടില്ല. ഉള്ളി ഇംഗ്ലീഷും ലാംഗ്വേജ് മാത്രമാണ് ഇപ്പം നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അറിയാവുന്ന പോലത്തെ ഇംഗ്ലീഷിൽ കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ കൊടുത്തു. എന്തെങ്കിലും ചേഞ്ചസ് ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം ചേഞ്ച് ചെയ്തിട്ട് ലാസ്റ്റിൽ ഇവിടെ നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോഴാണ് നമുക്കവിടെ പോയിൻറ്റ്സ് കയറുന്നത്. നമുക്ക് പോയിൻറ്റ്സ് കയറുന്ന ഇപ്പം കണ്ടോ, ഞാൻ ആ ക്വസ്റ്റിനെ വെരിഫൈ ചെയ്ത് വരുമ്പോഴത്തേക്കിന് വേറെ ആരോ വെരിഫൈ ചെയ്തു, അതുകൊണ്ടാണ് എനിക്കവിടെ പോയിൻറ്റ്സ് കയറാഞ്ഞത്. അപ്പോൾ ഞാനതാണ് പറഞ്ഞത്, ആരെങ്കിലും നമ്മുടെ ക്വസ്റ്റിന് വെരിഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഈ ക്വസ്റ്റ്യൻ വെരിഫൈ ചെയ്യുന്ന സമയത്ത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഒരു 8-ൻ്റെയോ 6-ൻ്റെയൊക്കെ താഴെയായിട്ടുള്ള നമ്പർ വരുവാണെങ്കിൽ മാത്രം നമ്മളതിനെ വെരിഫൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു ക്വസ്റ്റ്യന് വെരിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 30 പോയിൻറ്റ്സ് ആണ്. 30 പോയിൻറ്റ്സിനകത്തിൽ നമ്മൾ ക്വസ്റ്റ്യൻ വെരിഫൈ ചെയ്തതിൻ്റെ അനുസരിച്ചിരിക്കും അതിൻ്റെ പോയിൻറ്റ്സ് മാറുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ നല്ല രീതിയിൽ എല്ലാം ഓരോ പോയിൻറ്റ് ബൈ പോയിൻറ്റ് നോക്കിയിട്ട് വേണം നമ്മൾ തന്നെ വെരിഫൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യനെ നമുക്ക് എത്ര പോയിൻറ്റ്സ് കിട്ടി, അല്ലെങ്കിൽ എത്ര ക്വസ്റ്റ്യൻ വെരിഫൈ ചെയ്തതിൻ്റെ എന്തോ മാർക്സ് കിട്ടി എന്നൊക്കെ നമുക്ക് നോക്കണമെങ്കിൽ ഇവിടെ നമുക്ക് ആ മന്തിൻ്റെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ നോക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിപ്പം കുറച്ചായിട്ടുണ്ട്, ഞാൻ വെരിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഇവിടെ വന്നിട്ടുണ്ടോ. എന്താണ്ടോ 18-ാം തീയതി ഞാനൊന്നും വെരിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ എത്ര നമ്പർ എന്നുള്ള കാണിക്കുന്നുണ്ട്. ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കവിടെ ഏത് ക്വസ്റ്റ്യൻ ആയിരുന്നു എന്നുള്ളത് നമുക്കവിടെ നോക്കാൻ പറ്റും. എത്ര പോയിൻറ്റ്സ് കിട്ടി എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. വ്യൂ ബട്ടണോ അല്ലെങ്കിൽ നമുക്ക് റിപ്പോർട്ട് ബട്ടണോ ഒക്കെ നോക്കിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം എത്ര പോയിൻറ്റ്സ് ഒക്കെ കിട്ടി എന്നുള്ളതിൻ്റെ. അപ്പോൾ ഇതാണ് നമ്മുടെ വെരിഫൈ ആൻഡ് ഓൺ ടാസ്ക് എന്നുള്ള ടാസ്കിൻ്റെ ഹിസ്റ്ററി വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു വെരിഫൈ ആൻഡ് ഓൺ എന്നുള്ള ടാസ്ക് ചെയ്യുന്നത്. അപ്പോൾ വെരിഫൈ ആൻഡ് ഓൺ ടാസ്ക് ചെയ്യുമ്പോൾ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ കൃത്യമായിട്ട് എല്ലാം കാര്യങ്ങളും നോക്കിയിട്ട് മാത്രം വേണം നമ്മളത് ചെയ്യാൻ. അല്ല ജസ്റ്റ് നമ്മൾ ഫോർ ദ നെയിം സേക്ക് കണ്ണും പൂട്ടി റൈറ്റും റോങ്ങും ഒന്നും കൊടുക്കല്ലേ. കൃത്യമായിട്ട് പഠിക്കുക, ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്യുക, അറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് പഠിച്ചിട്ട് മാത്രമേ ഈ ടാസ്ക് കൂടെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.